വിൽപ്പനയിലെ ഏഴാമത്തെ കോമൺ ബിലീഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ സെയിൽസ് ഈസ് ദ പ്രോഡക്റ്റ്. അതായത് ഒരു വിൽപ്പനയിലെ മർമ്മപ്രധാനമായ ഒരു കാര്യമെന്ന് പറയുന്നത് പ്രോഡക്റ്റ് വിൽക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. എന്നാൽ ഇതുണ്ടാക്കുന്ന ഒരു ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പ്രോഡക്റ്റുകൾ ആൾക്കാരിലേക്ക് പുഷ് ചെയ്യാനായിട്ട് നമ്മൾ പലപ്പോഴും ശ്രമിക്കും. ഇതുണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമറുടെ ആവശ്യങ്ങൾ പരിഗണിക്കാതെ അവരുമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിന് പകരമായിട്ട് പ്രോഡക്റ്റാണ് പ്രാധാന്യം എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് പോകും. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് തരണം ചെയ്യേണ്ടത്? ഈ പറയുന്ന ഈ സെയിൽസിൽ പ്രോഡക്റ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വസ്തു എന്നതിന് കൗണ്ടർ ചെയ്യാനായിട്ട് നമ്മുടെ ഏൻഷ്യൻ ഇന്ത്യയിൽ തന്നെ ഭാവന അല്ലെങ്കിൽ വളർത്തുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ ബന്ധങ്ങൾ വളർത്തുക, കസ്റ്റമറുടെ ആവശ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക, കസ്റ്റമറുടെ നീഡ്സും വാൺസും പെയിൻ പോയിന്റ്സും നമ്മൾ അഡ്രസ്സ് ചെയ്യുക. അപ്പം പ്രോഡക്റ്റ് പുഷ് ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് എന്തിന് പ്രാധാന്യം കൊടുക്കാം? കസ്റ്റമറുമായിട്ടുള്ള ബന്ധത്തിൽ പ്രാധാന്യം കൊടുക്കാം. അപ്പം നമ്മൾ കൂടുതലായിട്ടും കസ്റ്റമറുമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിക്കുന്നതിലാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ആ കസ്റ്റമർ ഒരു ദീർഘകാല കസ്റ്റമറായി മാറും. അദ്ദേഹം നമുക്ക് ഒരുപാട് റെഫറലുകൾ തരും. അപ്പോൾ ആ കസ്റ്റമറെ ചേർത്ത് പിടിക്കുന്നതോടൊപ്പം തന്നെ ആ കസ്റ്റമറുടെ കുടുംബത്തെയും നമുക്ക് ചേർത്ത് പിടിക്കുവാനായിട്ട് കഴിയും. അപ്പം നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽപ്പനയിൽ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തു ഒന്നുമല്ല. ആ പ്രോഡക്റ്റിനെക്കാട്ടിൽ ആ പ്രോഡക്റ്റ് വാങ്ങിക്കുവാൻ വരുന്ന കസ്റ്റമറാണ് നമുക്ക് പ്രാധാന്യം. ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കുക, കസ്റ്റമറുടെ ആവശ്യങ്ങൾക്ക് പരിഗണന കൊടുക്കുക. അപ്പം പ്രാധാന്യം കൊടുക്കേണ്ടത് കസ്റ്റമർ റിലേഷൻഷിപ്പിലാണ്, കസ്റ്റമറുടെ നീഡിലാണ്. അതല്ലാതെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ആ ഒരു കോൺസെപ്റ്റിൽ മാത്രമാവരുത്.